ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാപതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകൻ ഗിരിസംഭൂതൻ രാമംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 102 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത് ശൂർപ്പണഖാഗമനം എങ്ങനെയാണ് വാൽമീകി രാമായണത്തിലും വിസ്തരിച്ചിട്ടുള്ളതാണ്. ഇനി പ്രസിദ്ധ രാമായണമായ കമ്പരാമായണത്തിലും രാമായണ ചമ്പുവിലും തുളസീദാസ് രാമായണത്തിലും ഇതേ ഭാഗം എങ്ങനെയാണ് ചിത്രീകരിച്ചുള്ളത് നോക്കാം. അതിലാദ്യം കമ്പരാമായണമാണ് പരിഗണിക്കുന്നത്. കമ്പരാമായണത്തിലെ മറ്റൊരു രാമായണത്തിലും കാണാത്ത വിധം വിചിത്രമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ വർണ്ണിച്ചിട്ടുള്ളത്. അത് വളരെ രസകരമാണ്. ഇങ്ങനെ വേറൊരാൾ വർണ്ണിച്ചിട്ടില്ല. അവിടെ പഞ്ചവടിയിൽ ഒരു സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കെ സാരസജാലം വാരി നമ്മുടെ പാദങ്ങളിൽ ആരാധിച്ചിതാഭക്തിയാ നമസ്കരിച്ചിടുന്നു. ലക്ഷ്മണൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ വർണ്ണിക്കുകയാണ്. ഗോദാവരിയിലെ ഓളങ്ങളൊക്കെ നമ്മളെ കാലിൽ നമസ്കരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കും സമയത്ത് ഖഡ്ഗവാണിയായി വിഭീനാന്തരം പ്രവേശിച്ചു. അഗ്രജനൻ്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ പർണശാല കെട്ടിയുണ്ടാക്കി. എന്നിട്ട് ഖഡ്ഗത്തോട് കൂടിയിട്ട് ജ്യേഷ്ഠന് കാവലിന്ന് പോലെ അവിടെ നിന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ശൂർപ്പണഖയുടെ ആഗമനം. പറയാണ്, കാലേസ്മിൻ കഥാതര ശൂർപ്പണാഖ്യാപുണ്ട നീലാതലാകാലയാൻ രാവണ സഹോദരി ഭർഗസേവയെ ചെയ്യുവാൻ പോയൊരു ശംഭൂകുമാരാഖ്യനാം നിജാസുതൻ തനിക്കു ലഭിച്ചുള്ള വരങ്ങൾ എന്തെന്നറിഞ്ഞിടുവാൻ ജനസ്ഥാനപുരത്തിൽ നിന്നു പുത്രാതവസ്ഥാനത്തിലെത്തി. അതാണ് വിശേഷമായിട്ടുള്ള സംഗതി. ഇത് വേറെ രാമായണത്തൊന്നും കണ്ടിട്ടില്ലാത്തതാണ്. ഇവിടെ പറയുന്നത് ഈ ശൂർപ്പണഖ തൻ്റെ മകനായ ശംഭുകുമാരൻ സാക്ഷാൽ പരമശിവനെ സേവിക്കാൻ പോയിരുന്നു. അങ്ങനെ അവിടെ തപസ് നടത്താം. അങ്ങനെ സേവിച്ചതിൻ്റെ ഫലമായിട്ടുള്ള തപസ്സിൻ്റെ ഫലമായിട്ട് തൻ്റെ മകന് എന്തൊക്കെ വരങ്ങളാണ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാൾ അന്വേഷിച്ച് വരികയായിരുന്നു. ഇത് വേറെ രാമായണത്തൊന്നും കണ്ടിട്ടില്ല. അവിടെ പറഞ്ഞാൽ ശംഭുകുമാരാഖ്യനാണ് നിജസുതൻ. ശംഭുകുമാരൻ എന്ന് പേരുള്ള തൻ്റെ പുത്രന് എന്തൊക്കെയാണ് വരങ്ങൾ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ കാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഈ ദണ്ഡകാരണ്യത്തിൽ ആ ചിത്രം ഈ പഞ്ചവടി സമീപത്തായിരിക്കണം ആ കുമാരൻ തപസ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ വന്നു. പക്ഷെ വന്നപ്പോൾ എന്താണ്, തപസ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ മകനെ കണ്ടില്ല എന്ന് മാത്രമല്ല, നോക്കുമ്പോൾ കുമാരകൻ മരിച്ചു കിടക്കുന്ന ഉൾക്കളം വേഗം മട്ടു കണ്ടൊരു നിശാചരി. തൻ്റെ മനസ്സിനെ അവഗണിക്കുന്ന രീതിയിൽ ആ കുമാരൻ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ആരാണ് വധിച്ചതെന്നാണോ ആരെ സാധാരണ ഇതിന് മരണം പ്രാപിച്ചാണോ ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. കാരണം കുട്ടിയുടെ തൻ്റെ മകൻ്റെ ശവശരീരമാണ് കണ്ടത്. അപ്പോൾ ഈ മകൻ ആരാണ് കൊന്നത്, ശത്രു ആരാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൾ നടക്കുന്നതാണ്. മകനെ കൊന്ന ശത്രു തന്നെ ആരാന് ചെന്നാളഖിലേ ആലോകനാഥൻ വധിക്കുന്നു ഇടന്തൽ. അങ്ങനെ നോക്കി നടന്ന് വരുമ്പോഴാണ് പഞ്ചവടിയിൽ ഈ രാമലക്ഷ്മണന്മാരെ സീതയും താമസിക്കുന്ന സ്ഥലത്തെത്തിയത്. അവിടെ എത്തിയപ്പോഴോ കന്ദർപ്പാസമാകാര വിന്ദിരാമനോഹര ബിന്ദു സുന്ദരം മന്ദസ്മേരാസ്യൻ രാമചന്ദ്രനും. അപ്പോൾ കാമദേവനെ പോലെ സുന്ദരനായ മനോഹരമായി പുഞ്ചിരിക്കുന്ന ആ രാമനെ കണ്ടപ്പോൾ ഈ മകനെക്കുറിച്ചുള്ള വിചാരവും എൻ്റെ ദുഃഖവും ഉത്കണ്ഠയൊക്കെ ഇല്ലാതായി എന്നർത്ഥം. അവൾ ആകപ്പാടെ കാമയോഷിയായി കണ്ടു കാതരയായി കാമസായകാവലി കൊണ്ടു രാക്ഷസരാജൻ തന്നെ സഹോദരി പണ്ട് പാലാഴി മാതു സാക്ഷാ ലക്ഷ്മിയാണ്. അവർ എന്തോ ഒരു വരം ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പാലാഴി മാതു നൽകിയ മന്ദശക്തി കൊണ്ടവൾ തൻ്റെ രൂപം ചിത്തമോഹനമാക്കി. ഇപ്പോൾ ഈ ശ്രീരാമൻ അഖിലലോകസുന്ദരനായിരിക്കുന്ന രാമനെ കണ്ടപ്പോൾ അയാൾക്ക് തുല്യമായ വേഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ പണ്ട് മഹാലക്ഷ്മി കൊടുത്തിട്ടുള്ള വരം ഉപയോഗിച്ചിട്ട് തൻ്റെ ശരീരത്തെ
ചിത്തമോഹനമാക്കി ആരുടെയും മനസ്സിനെ ആകർഷിക്കത്തക്ക രീതിയിലാക്കി തീർത്തു. ഇതൊന്നും വേറെ രാമായണങ്ങളിലൊന്നും കാണാത്ത സംഗതികളാണ്. അവൾ മനോഹരമായ ശരീരത്തോടു കൂടി, സുന്ദരമായ ശരീരത്തോടു കൂടിയാണ് പ്രവേശിച്ചതെന്ന് അധ്യാത്മ രാമായണത്തിലൊക്കെ ഉണ്ട്. വാൽമീകി രാമായണത്തിൽ അങ്ങനെയല്ല പറഞ്ഞതെന്ന് ഓർമ്മിക്കുക. അവിടെ രാഷ്ട്രീയമായ രൂപത്തിൽ തന്നെയാണ് അവൾ പ്രവേശിച്ചത്. മറ്റ് രാമായണകാരന്മാർ അവൾ മോഹന രൂപത്തിലാണ് വന്നത്, ലളിതവേഷത്തിലാണ് വന്നതെന്ന് പറയുന്നത് അവളുടെ ആ വേഷവും ഭാവമൊക്കെ കണ്ടിട്ട് രാമന് ഒരു ചാഞ്ചല്യം മനസ്സിലുണ്ടായി എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും വാൽമീകി പറഞ്ഞിട്ടില്ല. ഏതായാലും ഇവളെന്ത് ചെയ്തു? അങ്ങനെ മനോഹരമായ രൂപം സ്വീകരിച്ച ശേഷം രാഘവൻ തൻ്റെ ചാരത്തണഞ്ഞു മന്ദം പുരോഭാഗസീമനി നിന്നു മന്ദാക്ഷഭാവത്തോടെ, കുറച്ച് ലജ്ജയോട് കൂടിയിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് ആ രാമൻ്റെ അടുത്ത് നിന്ന് നിന്നാണ്. കമനീയാങ്കീതൻ്റെ ലാവണ്യം കണ്ടു സീതാകമീതാവ് അകതാരിൽ അത്ഭുതം തേടിയിടിനാൻ. അപ്പോൾ ഇവളുടെ ഈ സൗന്ദര്യാശയം കണ്ടിട്ട് രാമൻ തൽക്കാലത്തേക്ക് അത്ഭുതപ്പെട്ടു എന്നാണ്. ഇതൊന്നും രാമൻ്റെ സ്വഭാവത്തിന് യോജിക്കുന്നതാണെന്നോ ഒന്നും ഈ കവികൾ വിചാരിക്കുന്നില്ല. ഒരു ഇതിഹാസ നായകനാണ് തങ്ങളുടെ ഈ ശ്രീരാമനെന്നോ അത് ഏകപത്നി വ്രതത്തിൻ്റെയും ചാരിത്രശാലിത്വത്തിൻ്റെയും വലിയ കീർത്തി കേട്ട ആളാണെന്നോ ഒന്നും ഈ കവികൾക്ക് വിചാരമില്ല. അവർ ഒരു ഭാവം വർണ്ണിക്കാൻ കിട്ടും, അതിനങ്ങേയറ്റം വർണ്ണിച്ച് കൂട്ടുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ചോദിച്ചാനവളോടു ഭഗവാൻ നീയാരടോ, ചോദിച്ചതില്ല ഞാനോ നിന്റെ നാമവും ബാലേ, ബന്ധുക്കൾ നിനക്ക് ആര് ചൊല്ലുവെന്നതു കേട്ടു, ഇങ്ങനെയൊക്കെ ചോദിച്ചു എന്നാണ്. അപ്പോൾ അവളെന്ന് പറഞ്ഞു, ബ്രഹ്മഗോത്രജയല്ലോ, ഞാൻ ബ്രഹ്മാവിൻ്റെ കുലത്തിൽപ്പെട്ടവളാണ്. എന്താ പറയാൻ കാണിച്ചാൽ ബ്രഹ്മാവിൻ്റെ മകനായി ആ മഹർഷി പരമ്പരയിലാണല്ലോ വിശ്വാസം ഉണ്ടായി. ആ പരമ്പരയിൽപ്പെട്ട ആളാണ് രാവണാദികൾ. നേരത്തെ പറഞ്ഞില്ലല്ലോ, ബ്രഹ്മാവിൻ്റെ മകനാണ് രാവണൻ. അതേപോലെ ഇവള് മകൻ്റെ മകളാണെന്ന് പറയാം. അതുകൊണ്ടാണ് ബ്രഹ്മഗോത്രതയല്ലോ ഞാൻ, എൻ്റെ രാജ്യം പാർത്താലും മഹീതലമത്രേ വിശ്രവസല്ലോ താതൻ. വിസ്തരിച്ച് പറയാണ്, വിശ്രവസിൻ്റെ മകളാണ് ഞാൻ. എനിക്ക് ജ്യേഷ്ഠനായിട്ട് കേവനായിരിക്കുന്ന വൈശ്രവണനുണ്ട്. പക്ഷെ വൈശ്രവണൻ ഇവരുടെ അമ്മയ്ക്ക് എന്നല്ല, അമ്മ പറയുകയാണെന്നേ ഉള്ളൂ. അച്ഛൻ വിശ്രവസിനാണ് രണ്ടുപേരുടെയും. പിന്നെ പറഞ്ഞു രാക്ഷസേശ്വരനായിരിക്കുന്ന രാവണനും എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ പേര് കേട്ടുള്ളൂ കന്യകയല്ലോ ഞാനും, കാമവല്യെന്നത്രേ എന്നുടേ നാമം ധരിച്ചിടുക മഹാമതേ. ഇതൊന്നും നേരത്തെ കണ്ട രാമായണത്തിലൊന്നും ഇല്ലാത്തതാണ്. അവൾ ഞാൻ ശൂർപ്പണഖയാണ്, രാവണൻ്റെ പെങ്ങളാന്ന് തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കാമവല്ലി എന്നാണ് എൻ്റെ പേര് കമ്പൻ പ്രത്യേകമായി കൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാമൻ ചോദിച്ചു, കാമവല്ലി നിന്നുള്ള പൂർവജന്മാരും അഹം പ്രബലന്മാർ എന്നിരിക്കവേ നീയും എന്തടോ സാധാരണ കന്യകമാരെ പോലെ തനിയെ നടക്കുന്നു. ഇങ്ങനത്തെ ഒരുതരം ഒഴുക്കം മറ്റുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നയാളല്ല രാമൻ്റെ സ്വഭാവ ഗൗരവത്തിൽ ചോദിച്ചല്ല ഇതൊന്നും. അന്നും ഈ കവികളെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചു, നീ എന്താണ് ഈ ഒറ്റയ്ക്ക് നടക്കുന്നത് ചോദിച്ചപ്പോൾ ആ ശാർപ്പണൊക്കെ പറഞ്ഞു, ഓർക്കാവതല്ല നിനക്കെന്നുടെ മഹത്വം, നിനക്ക് മനസ്സിലാവില്ല എൻ്റെ മഹത്വം എന്നാണ് അവിടെ പറഞ്ഞത്. ഞാൻ നിങ്ങളെ ദേവതാപസന്മാരും രാജനന്ദനന്മാരും ഏവരും എൻ്റെ പാണിവീടനാകുതൂഹികൾ. എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ദേവനന്ദനന്മാരെ ദേവന്മാരുടെ മക്കളും ഗന്ധർവന്മാർ പോലും എൻ്റെ പാണിവീട കൈ പിടിക്കാണ്. വിവാഹത്തിന് ചടങ്ങാണല്ലോ കൈ പിടിക്കാൻ. അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും ഉദ്വാഹത്തെ വെറുത്ത ഞാൻ, പക്ഷെ ഞാൻ കല്യാണം ഇഷ്ടപ്പെടാത്ത അവളായതുകൊണ്ട് ഇങ്ങനെ സുന്ദരന്മാരായ ദേവന്മാരും യക്ഷകിന്നരന്മാരൊക്കെ എന്നെ മോഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിവാഹമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. നിന്നെ കണ്ടത് മൂലം എന്നോട് കാമം ഇന്ന് സുന്ദരാകവേ വിലംബിച്ചതോ ധരിച്ചാലും. എനിക്ക് സ്വതേ വിവാഹാദികളും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ എൻ്റെ കാമൊക്കെ അതാ പുറത്തേക്ക് വന്നിരിക്കുന്നു. എനിക്ക് ആ കാമം വിജൃംഭിച്ചിരിക്കുന്നു. നീ എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നെ കാണാൻ പറ്റിയെന്ന്. പക്ഷെ അത്യധികം യോഗ്യതയാണ് ഞാൻ, അത്യധികം സൗന്ദര്യമുള്ളവളാണെന്ന് അവൾ സ്വയം പറയാണ്. പണ്ടു നീ ചെയ്ത പുണ്യം കൊണ്ടത്രേ നിനക്ക് എന്നെ കണ്ടു കിട്ടുവാൻ ഭാഗ്യമുണ്ടായി വരത്തെങ്കിൽ. ഈ കാട്ടിൽ വെച്ച് നിനക്ക് എന്നെ കാണാൻ സാധിച്ചല്ലോ, അത് നിൻ്റെ ഭാഗ്യം തന്നെയാണ്. ഈ പഴയ ജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ രാമൻ ചോദിച്ചു, സ്വതനോതവാക്യം ആശ്ചര്യം അത്യാശ്ചര്യം. എൻ്റെ വാക്കൊക്കെ വളരെ ആശ്ചര്യം തന്നെ. പക്ഷെ നീ പറഞ്ഞതിൽ എന്താ വിഷമം വെച്ചാൽ, രാക്ഷസിയല്ലോ നീയും മനുഷ്യൻ ഞാനും. നീ രാക്ഷസിയാണ്, ഞാൻ മനുഷ്യനുമാണ്. അങ്ങനെ നമ്മൾ യോജിക്കാൻ വിഷമാണ്. വിവാഹം നാം തമ്മിൽ ഇന്ന് ഉചിതമോ?
വിവാഹം കഴിക്കാനൊക്കെ വിഷമാണെന്ന് അർത്ഥം. പറഞ്ഞാൽ നിശാചരി അവൾ പറഞ്ഞു, കരവീടനം പാർത്താൽ പുരുഷാധികാവണേ വിഹിതമിട്ടുണ്ടല്ലോ. വലിയ പണ്ഡിതയെ പോലെയാണ് ഇവിടെ ശൂർപ്പണ സംസാരിക്കുന്നത്. വിവാഹം 8 തരത്തിലുണ്ടല്ലോ എന്ന് പറയാൻ. അത് ധർമ്മശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലൊക്കെ പറയും. പലതരത്തിലാണ് വിവാഹം. ബ്രാഹ്മവിവാഹമുണ്ട്, ഗാന്ധർവിവാഹമുണ്ട്, രാക്ഷസീയമുണ്ട്, പൈശാചികമുണ്ട്, അങ്ങനെ ഗാന്ധർവമുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ്. അതൊന്നും നമ്മളിവിടെ പറയേണ്ടതില്ല. അതുകൊണ്ട് 8 തരത്തിൽ വിവാഹം ഉണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഗാന്ധർവം. ഗാന്ധർവം എന്ന് പറഞ്ഞാൽ കുലമര്യാദകളോ ഒന്നും നോക്കാതെയും പരസ്പര കാമം കൊണ്ട് മാത്രം സ്ത്രീ പുരുഷന്മാർ പരസ്പരം സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഗന്ധർവ സമ്മതമാം മഹാത്മാക്കൾക്ക് ആസുരം ഗാന്ധർവവും. ആസുരമായിട്ടും കല്യാണം കഴിക്കാം, ഗന്ധർവ വിവാഹം ചെയ്യാം, രാക്ഷസം പൈശാചം എന്നൊക്കെ അവൾ എന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ പ്രാജാപത്യമുണ്ട്, ബ്രാഹ്മവിവാഹമുണ്ട്. വിവാഹം പലതരത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഗാന്ധർവ വിധിപ്രകാരം ചെയ്യാമല്ലോ. പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സ്ത്രീ പുരുഷന്മാരെ മനസ്സ് യോജിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് സതിയാമെന്നെ എന്നാൽ സഫലം നിന്റെ ജന്മം. സതിയാന്നൊക്കെ അവൾ പറഞ്ഞത്. ഇവളെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞ മകനുണ്ട്, ആ മകൻ മരിച്ചുപോയി എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. ആ ശൂർപ്പണഖയാണ് ഇപ്പോൾ എന്ത് പറയുന്നത്? ഞാൻ സതിയാണ്. സതിച്ച പതിവ്രതയായിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചാൽ നിനക്ക് ഗുണമാണ്. അതിനാൽ നീ കാലം വൈകാതെ കൈക്കൊള്ളുക നീ സതിയാമെന്നെ എന്നാൽ സഫലം നിന്റെ ജന്മം. ചിരിച്ചു രാമചന്ദ്രൻ ചൊല്ലിനാൻ, നാരിമാരെ അലങ്കാരമായിടും നീ ചെന്ന ഗാന്ധർവത്തിങ്കൽ. അപ്പോൾ ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, ഈ സല്ലാപം നീട്ടിക്കൊണ്ടുവാണ് ഈ കമ്പരാമായണത്തിൽ രാമൻ ചെയ്യുന്നത്. പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഗാന്ധർവമൊക്കെ ചെയ്യാം. പക്ഷെ അതിലുള്ള വിഷമമുള്ള എന്താണ്? ഈ വരനും വധുവിനും തമ്മിൽ അനുരാഗം, കാമം എന്തെങ്കിലും ഉണ്ടാവണ്ടേ? എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് അനുരാഗമൊന്നുമില്ല, പിന്നെ എങ്ങനെ കല്യാണം കഴിക്കും ചോദിക്കുകയാണ്. വരനും വധുവിനും തുല്യമായ അനുരാഗം വരിക എന്നുള്ളതു വരമാം ധർമ്മമല്ലേ. ഗാന്ധർവം കേമാവുന്ന എപ്പോഴാണ്? വധൂവരന്മാരുടെ മനസ്സിൻ്റെ ചേർച്ച കൊണ്ടും പരസ്പര അഭിലാഷം കൊണ്ടാണ്. എനിക്കാകട്ടെ നിന്നോട് പ്രത്യേകിച്ച് അഭിലാഷമൊന്നുമില്ലാന്നാ. നിനക്ക് രാഗമുണ്ട് എന്നിലുണ്ടെന്നു ഒരിക്കലും എനിക്ക് നിന്നോടില്ല തെല്ലുമേ അനുരാഗം. അതുകൊണ്ട് ഇതിന് വിവാഹിക്കാൻ വിഷമാണ് എന്നതുകൊണ്ട് നീയുമേതുമേ വൈകിയിടാതെ വന്നൊരു മാർഗത്തൂടെ പോകേ വേണ്ടു ബാലേ. അതുകൊണ്ട് അധികം പറയുന്നു വേണ്ട, എനിക്ക് ഏത് വഴിക്കാച്ചാൽ പോകാമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല അതിനുശേഷം പറഞ്ഞു, ഇതാ എനിക്ക് വേറെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലേ ആദ്യം പറയുന്നത്, പറഞ്ഞില്ല. എനിക്കുണ്ടൊരു ഭാര്യ വേറെയൊന്ന് എന്തിന് നിനക്ക് വേണ്ട, നിനക്കവളാൽ ഉപകാരം ഭവിക്കയില്ല. എനിക്കാണ് വേറെ ഭാര്യയുണ്ട്, ഇനി നിന്നെ സ്വീകരിച്ചു വെച്ചാൽ തന്നെ നിനക്ക് അവളെ കൊണ്ട് ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല, ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ ഈ ഏർപ്പാടിൽ നിൽക്കുന്നതാണ്. ശ്രവിക്ക എന്നെ നീയും വരിക്ക വിധി പോലെ. അതുകൊണ്ട് എന്നെ വരിക്കണം എന്നുള്ള വിചാരം വിട്ടുകളഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ പറയുന്ന സമയത്താണ് ഈ ശൂർപ്പണഖ സീതയെ കാണുകയും ചെയ്തു. മംഗലദേവതയാം മൈഥിലി ദേവിതാനും രാമനെ കൂട്ടിക്കൊണ്ടു പർണശാലാന്തം പൂക്കൾ. അപ്പോൾ ഈ ശൂർപ്പണഖയായിട്ട് കുറച്ചു നേരം രാമൻ സംസാരിച്ച് നിൽക്കുമ്പോൾ പർണശാലയുടെ പുറത്തേക്ക് വന്ന സീത എന്ത് ചെയ്തു? രാമനെ കൂട്ടിക്കൊണ്ടുപോയി. അതിന് എന്തെങ്കിലും പറഞ്ഞ അപകടമാക്കണ്ട, കൂട്ടിക്കൊണ്ടുപോലെയാണ്. അപ്പോൾ അവൾ ഈ ശൂർപ്പണയാകട്ടെ കാമവേദനയോട് കരഞ്ഞാൾ രാക്ഷസിയും. കാമം സഹിക്കാൻ വയ്യാണ്ട് ആ ശൂർപ്പണ കരഞ്ഞു എന്നാണ്. എന്തുവെന്തകം മനസ്സൊക്കെ വല്ലാണ്ട് പൊണ്ണായി വിഷമിച്ചു. ദശകന്ധര അവർ അനുജാതാനും ഭ്രാന്തിയോടെ എഴുന്നേറ്റു പർണശാലയിൽ ചെന്നു നോക്കും നേരം. എന്നിട്ട് അവളെന്ത് ചെയ്തു? സഹിക്കാൻ വയ്യാത്ത ക്രോധവും സങ്കടവും കാമമൊക്കെ ഉണ്ടായിരുന്നു. അവൾ അകത്തേക്ക് കയറി നോക്കി പർണശാലയിലേക്ക്. രാമനെയും കൊണ്ട് സീത അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, അവിടെ ചെന്ന് നോക്കി. പക്ഷെ ചെന്ന് നോക്കിയ സമയത്ത് എന്താണ്? ഈ സീതയെ മാത്രമേ കണ്ടുള്ളൂ, രാമനെ അവൾ പെട്ടെന്ന് കണ്ടിട്ടില്ല. പർണശാലയിൽ ചെന്ന് നോക്കുന്ന നേരം ഏകാകിനിയായി വൈദേഹി താൻ പാർക്കുന്നവർ കണ്ടു ചിന്തിച്ചാളിപ്രകാരം. രാമൻ പർണശാലയുടെ അപ്പുറത്തേക്ക് പോയിരുന്നിരിക്കണം. സീത ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഈ രാക്ഷസി കണ്ടത്. അവൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇവളുള്ളത് കൊണ്ടാണല്ലോ ഇതെനിക്കിങ്ങനെ വിഷമമുണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് ഇവളെന്ത് ആകയാൽ ഇവളെ ഞാൻ പിടിച്ചു ഭക്ഷിച്ചു, ഇവളെ പിടിച്ച് തിന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് ആകൂതം വരുത്തുന്നുണ്ട് ഇനി വൈകിടാതെ. ഇവളെ കൊണ്ടുള്ള ഹെല്ല് തീർന്നു കഴിഞ്ഞാൽ രാമനെ തനിക്ക് കിട്ടും എന്നുള്ള വിചാരവും ഇവളെ തിന്നുകളാന്ന് വിചാരിച്ചിട്ട് അടുത്തു നിന്നാണ്. ചെന്നിടുവാനായി തുടങ്ങുന്ന നേരത്തിങ്കിൽ വാളുമായി പാഞ്ഞു ചെന്നു ലക്ഷ്മണകുമാരകൻ. ചീളന്നു നിശാചരി തന്നെ നാസികയും ഛേദിച്ചു കുജങ്ങളും കർണവും. അപ്പോൾ ലക്ഷ്മണനത് കണ്ട് ഓടി വന്നിട്ട്
അവളുടെ കണ്ണും കാതും മുലയൊക്കെ മുറിച്ചായിരുന്നു. ഇവിടെയും മുല മുറിച്ചു എന്നാണ് കമ്പരുടെ രാമായണത്തിലുള്ളത്. നമ്മൾ കണ്ടു വാൽമീകി രാമായണത്തിൽ അതില്ലാത്തതാണ്. പിന്നീടുള്ള കവികളാണ് അധ്യാത്മ രാമായണത്തിന് മൂലത്തിലും ഇല്ലാത്തതാണ്. കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ ചേരി വെച്ചത് ഇപ്പോൾ ഈ കമ്പരാമായണത്തിനൊക്കെ സ്വാധീനം കൊണ്ടായിരിക്കണം. അങ്ങനെ അവൾ വലിയ അലറിപ്പോയി, രാമനാലത്രേ വന്നതെനിക്ക് വിപത്തെന്ന് യാമിനിയായി ഓർത്തു രാഘവാന്തികം പൂക്കാൽ. അപ്പോൾ ഈ രാമനെ കണ്ടിട്ടുണ്ടാവണം, അതൊന്നും വിശദമല്ല നമുക്ക്. ഇവൾ ഓടി ചെന്നിട്ട് രാമൻ്റെ അടുത്തേക്ക് ചെന്നു. രാമൻ തന്നെ നിരാകരിച്ചുകൊണ്ടാണ് എനിക്ക് വിഷമമൊക്കെ ഉണ്ടായെന്ന് അയാളോട് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ രാമനാകട്ടെ ശൂർപ്പണഖയോട് ചോദിച്ചു, നിനക്ക് ആരാണ് ഈ അപകടമൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. കണ്ടിത് ആരെന്ന് തിരിയാതെ ചോദിച്ചാൽ ഇവളുടെ അംഗച്ഛേദമൊക്കെ വരിച്ചല്ലോ. നേരത്തെ അവളുടെ സുന്ദരിയായിട്ടാണ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അംഗച്ഛേദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ രാക്ഷസിമാർക്കൊക്കെ ഈ മായാരൂപം എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഈ വാളുകൊണ്ടുള്ള സ്പർശം ഉണ്ടായതോടുകൂടി അവളുടെ രാക്ഷസീയമായ രൂപം തന്നെ പ്രത്യക്ഷമായി. മൂക്കും ചെവിയൊക്കെ മുറിച്ചതുകൊണ്ട് രക്തം ഇങ്ങനെ പ്രവഹിക്കുന്നതായി മാനടത്തിൽ രക്തം പ്രവഹിക്കുകയാണ്. അപ്പോൾ നേരത്തെ കണ്ട രൂപമല്ല ഇപ്പോഴെന്ന് അർത്ഥം. അതുകൊണ്ട് രാമൻ ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അവൾ പറഞ്ഞു, നേരത്തെ കണ്ടില്ലേ, മനോഹരിയായിട്ടല്ല കണ്ടില്ലേ, അത് തന്നെയാണ് ഞാൻ. എന്നെ നീ അറിഞ്ഞില്ലേ മന്നവ, മുന്നം അതിസുന്ദരിയായി നിന്നോട് അണഞ്ഞ കാമവല്ലി. നിൻ്റെ അടുത്ത് വന്നിട്ട് സല്ലാപമൊക്കെ ചെയ്ത കാമവല്ലി തന്നെയാണ് ഞാൻ. ഞാനത്രേ നിന്നിലുള്ള പ്രേമത്താൽ എനിക്കേവം മാനഭംഗവും. നിന്നോട് പ്രണയം തോന്നിയോണ്ടാണ് എനിക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടായതാണ്. അതുകൊണ്ട് എൻ്റെ ഈ പരിതാപത്തിൽ നിന്ന് രക്ഷിക്കാനും എന്നെ ആശ്വസിപ്പിക്കാനൊക്കെ നിനക്ക് ബാധ്യതയുണ്ട് എന്നാണ് ശൂർപ്പണഖയുടെ വാക്കുകൊണ്ട് വരിക. അതുകൊണ്ട് നിന്നോടുള്ള പ്രണയം തവറ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിന്നെ കാമിച്ചു എന്നുള്ളൊരു തെറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് വിഷമമൊക്കെ ഉണ്ടായതാണ്. അവൾ മാനഭംഗവും രൂപഭംഗവും അകപ്പെട്ടു. ഈ മാനക്കേടുണ്ടായി, രൂപത്തിന് അഭംഗിയുണ്ടായി, അതാ ദോഷമുണ്ടായി, വൈരൂപ്യം വന്നു ചേർന്നു. അപ്പോൾ രാമനൊന്നും അറിയാത്തവർ ചോദിച്ചു, അത് നിന്നോട് ചെയ്തത് ആരിതൂ പറയടോ, ആരാണ് നിന്നോട് ഇങ്ങനെ ഈ ആക്രമണം ചെയ്തതെന്നാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ചൊല്ലുക നിശാചരി. അതുകൊണ്ട് രസമാണ്. ഇത് ഒരു രാമായണത്തിലും കാണാത്തൊരു സംഗതിയാണ്. അവൾ പറഞ്ഞത്, ഞാൻ നിന്നെ അന്വേഷിച്ചു വർണ്ണശാലയിൽ പൊക്കുമെൻ്റെ ശിഖാമണി നോക്കിയിടും നേരത്തെങ്കിൽ. ഞാൻ നിന്നെ കാണാത്തതുകൊണ്ട് അകത്ത് പർണശാലയുടെ അകത്ത് നിന്ന് നോക്കിയാണ്. അപ്പോൾ കണ്ടത് എന്താണെന്നറിയോ, ലക്ഷ്മണൻ താനും തവ പത്നിയും ചേർന്ന് മീനലക്ഷ്മതാവേന വന്നിൽ പരിരംഭണം ചെയ്തു. അപ്പോൾ ഏതൊരു പുരുഷനും സഹിക്ക വയ്യാത്ത ഒരു അപവാദം ആണ് ശൂർപ്പണഖ പറയുന്നത്. ഞാൻ ചെന്നപ്പോൾ അങ്ങയുടെ ഭാര്യയായ സീതയും അനുജനായ ലക്ഷ്മണനും തമ്മിൽ കാമവികാരത്തോടു കൂടിയിട്ട് പരസ്പരം ആലിംഗനബദ്ധരായിരിക്കുന്നതാണ് കണ്ടതെന്ന് പറയും. അങ്ങനെ രാമനെ ക്രോധം ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്, ലക്ഷ്മതാവേന തമ്മിൽ പരിരംഭണം ചെയ്തു, ചുംബന കുജമർദ്ദനാദിയിൽ ഇതരാം സമൂഹം പൂണ്ടു വാഴുന്നത് കണ്ടിതു സത്യം. സത്യം കിട്ടും, സത്യം എഴുതാനെ കളവ് പറയുന്നതുകൊണ്ട് ആണ് സത്യം എഴുതി വരുന്നത്. അത് പറഞ്ഞതുകൊണ്ട് അവർ ആലിംഗന ചുംബനാദികളൊക്കെ ചെയ്തിട്ട് സുഖമായി ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് ഞാൻ കണ്ടുവല്ലോ എന്നുള്ള ദേഷ്യം കൊണ്ടാണ് ലക്ഷ്മണൻ ഇത് ചെയ്തത്. ഇത്തരം വ്യാജമായൊരു വാർത്ത ശൂർപ്പണഖ പറഞ്ഞതായിട്ട് വേറെ ഒരു രാമായണത്തിലുമില്ല. സമൂഹം കൊണ്ട് വാഴുന്നത് കണ്ടിതു സത്യം, അത് ഞാൻ ഭഗവാനോട് ചൊല്ലിയിടുമെന്ന് ചിന്തിച്ച് അതിലെ കോപത്തോടെ ലക്ഷ്മണൻ ഇത് ചെയ്താൻ. അപ്പോൾ ഈ കണ്ട വാർത്ത ഞാൻ അങ്ങോട് പറയുമല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് ആ ലക്ഷ്മണൻ്റെ മൂക്കുമൂലം കരിഞ്ഞു കളഞ്ഞത്. നിജമാനസം തന്നെ ഇലുദിച്ച ഹാസത്തോടെ അവളെ ആട്ടിക്കളഞ്ഞിടിനാൻ നഗലത്തു. പക്ഷേ ശൂർപ്പണഖ വിചാരിച്ച പോലെ രാമൻ അതിൽ അത്ഭുതപ്പെടുവോ ക്രോധിക്കുവോ ലക്ഷ്മണനെ സീതയൊക്കെ ശങ്കിക്കൊന്നുമല്ല ചെയ്തത്. ലക്ഷ്മണനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് രാമൻ. അതുകൊണ്ട് ഇവളിങ്ങനെ പറഞ്ഞപ്പോൾ ചിരിക്കുക ചെയ്തത്. കാരണം ഇവളുടെ വിട്ടിത്തം കേട്ടിട്ടും ഇവളിത്ത വലിയ കളവാണ് പറയുന്നത് കേട്ടിട്ട് ഹാസത്തോടെ ചിരിയോട് കൂടിയിട്ട് അവളെ ആട്ടിക്കളഞ്ഞിടി ഞാൻ അവൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ വിഡിത്തവും ഈ സാധാരണ നാട്ടിൽ പറയല്ല, പിന്നെ മുളയ്ക്കാത്ത നുണയാണ്, നാട്ടിലൊരിക്കലും മുളയ്ക്കാത്തൊരു നുണയാണ് പറഞ്ഞത്. അതുകൊണ്ട് നീ പോയിക്കോ, അവളെ കറ്റാട്ടിക്കളഞ്ഞു എന്നാണ്. അവളെന്ത് ചെയ്തു, രാവണ സഹോദരിയാകിയ നിശാചരി ഗർവമോടേവൻ രഘുനാഥനോടരുൾ ചെയ്താൽ കാൺകടോ കിശോരകാം ഖരനാൻ രാത്രി ഇഞ്ചരപുങ്കവൻ നിന്റെ കാലൻ നികടേ വരും തവാ. അപ്പോൾ പിന്നെ കാമവും പ്രേമമൊക്കെ തീർന്നു. എനിക്ക് വിപരീതമായിട്ടാണ് ജ്യേഷ്ഠനും അനുജനും പ്രവർത്തിച്ചത് കണ്ടപ്പോൾ അവൾക്ക് ക്രോധം വന്നു. അവൾ പറഞ്ഞു, ഇതാ നിനക്ക് ഞാൻ കാണിച്ചു തരാം, എൻ്റെ സഹോദരനായിരിക്കുന്ന ഖരൻ വന്നിട്ട് നിങ്ങൾക്ക് വിപത്തുണ്ടാക്കും. അതുകൊണ്ട് ഖരൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാൻ പാർത്തിലാദിക്കെന്ന് ഭീഷണി കാട്ടി പുനരാർത്തയായ
ജനസ്ഥാനം ചോർപ്പണകയും ബുക്കാൾ. അവൾ ഖരദൂഷണ തീർച്ചയായിട്ടുള്ള ജനസ്ഥാനം എന്നുള്ള സ്ഥലത്താണ് അവിടെ ഓടിപ്പോയി. ഇങ്ങനെ വളരെ വിചിത്രമായ രീതിയിലാണ് ഈ കമ്പരാമായണത്തിൽ ഈ ഭാഗം വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ എത്രയൊക്കെ വ്യത്യാസങ്ങളാണ് പിൽക്കാലത്ത് രാമായണത്തിൽ ഉണ്ടാക്കിയത് കാണിക്കലാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ ഈ താരതമ്യാത്മകമായ ഈ പ്രഭാഷണം ചെയ്യുന്നത് തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ചമ്പൂലേക്ക് കടന്നാൽ രാമായണ ചമ്പൂല് പൊന്നമ്പൂതിരി പക്ഷെ ഇങ്ങനത്തെ അപകടങ്ങളൊന്നുമല്ല. ഇത് അദ്ദേഹം വർണ്ണിച്ച് കൂട്ടുകയാണ്. കാരണം ചമ്പുകാരന്മാർക്കൊക്കെ വർണ്ണനയിലാണ് ആസക്തി മുഴുവൻ. അങ്ങനെ വർണ്ണിച്ച് അമിതമായി വർണ്ണിക്കുമ്പോൾ തങ്ങളുടെ നായകൻ്റെയോ നായികയുടെയോ സ്വഭാവത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഊനം വരുമെന്നോ ഒന്നും വിചാരിക്കുന്നില്ല. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അങ്ങേയറ്റം വിസ്തരിക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് സാകല്യബോധത്തോടു കൂടിയുള്ള വിചാരമൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഈ ശൂർപ്പണഖ സുന്ദര രൂപത്തിൽ പോയി തന്നെയാണ് ചമ്പുകാരൻ എഴുതിയിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അത് വർണ്ണിക്കാൻ ധാരാളം അവസരങ്ങളുള്ളൂ. അപ്പോഴേ അതിന് സുഖമുള്ളൂ. അതുകൊണ്ടാണ് എന്താ ചെയ്തത്, രാമൻ ആശ്രമ പ്രദേശങ്ങളിൽ വെച്ചിട്ട് രാക്ഷസന്മാരെ കൊന്നുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പഞ്ചവടിയിൽ ആശ്രമം തീർത്ത് അവിടെ കഴിഞ്ഞു എന്ന് പറയാൻ. പോർവില്ലിൻ ചെറുഞാണലിധ്വനി കൈക്കൊണ്ട് അഞ്ജസാമേപം വ്യാഘ്രമൃഗേന്ദ്രമാരണമുഖാനാരണ്യജന്തുൽക്കരാൻ ഭാവേ ഭക്തി കലർന്ന ലക്ഷ്മണനുമായി ശ്രീരാമചന്ദ്രൻ മുദാമേവി പഞ്ചവടീവനെ പരിചുലാവും പർണശാല അന്തരേ. അങ്ങനെ ആ പർണശാല കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇവള് വന്നതെന്ന്. അവളെങ്ങനെയാണ് വന്നത്? അഗ്രേ കണ്ടു കഥാചിത് ദശമുഖ സഹജാം ആത്മബീഭത്സ്വരൂപ പ്രക്ഷോഭം മൂടി. അവള് നല്ല ഭീകരമായിരിക്കുന്ന രാക്ഷസ രൂപത്തെ മറച്ചു വെച്ചിട്ട്, മൂടിയിട്ട് മറച്ചു വെച്ചിട്ട്, മായ കൊണ്ട് മറച്ചു വെച്ചിട്ട് ആണ് വന്നത്. പിന്നെ അവളെ വർണ്ണിക്കാൻ വളരെ സുദീർഘമായ ഗദ്യം ദണ്ഡകത്തിലാണ് വർണ്ണിക്കുന്നത്. അതൊക്കെ പുതുമയായിട്ടൊന്നുമില്ല. പഴയ കാവ്യ സമ്പ്രദായങ്ങളിലൊക്കെ സ്ത്രീകളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനുള്ള ചില സ്ഥിരമായ ചില സങ്കേതങ്ങളുണ്ട്. തലമുടി കാർമേഘം പോലെയാണ്, പല്ല് മുല്ലപ്പൂ പോലെയാണ്, പിന്നെ ചുണ്ടുകൾ ചെന്തൊണ്ടിപ്പഴം പോലെയാണ് എന്നൊക്കെ വർണ്ണിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അതുപോലൊക്കെ പിന്നെ കഥമിപ കഥജേ ലളിതാരൂപവിലാസ വിശേഷൻ കാളവയോധരമാലകളോടും അഹമിരുത്തി മറുത്തു ജയിച്ചു പനങ്കുലക്കൊടു തിറയും വാങ്ങി കുവലയരുചിയൊടു കവല പിണങ്ങി കാർകണ്ടിക്കൊരു കുണ്ഠത ചേർത്തു പുരണ്ടു തിരണ്ടൊരു കാളിമ കൊണ്ടു ജഗത്രിയതത്തില് അറിയാണ്. അതായത് കാർമേഘത്തിന് വെല്ലുന്ന തലമുടിയായിരുന്നു, പനങ്കുല പോലത്തെ മുടിയായിരുന്നു പറഞ്ഞിട്ട് അതിസുന്ദരിയായ വേഷത്തിലാണ് അവൾ വന്നത് തന്നെ. പലതും അവളുടെ ചിരി, അവളുടെ നടത്തങ്ങൾ, അവളുടെ വിലാസലോലുപതകൾ അതൊക്കെ ആരുടെ ഈ കൺമയക്കെന്തായിരുന്നു ഒക്കെ 10-70 വരികളിലാണ് വർണ്ണിച്ചുള്ളത്. കീഴിലുമെന്നും മേലിലുമെന്നും തന്നോളത്തൊരു മടുത്താർ വേണി ഉണ്ടാകല്ലെന്ന് ആലപമാന. തന്നെ പോലൊരു സുന്ദരി പണ്ടുണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല എന്നുള്ള മട്ടിൽ അവിടെ കുണി നടന്നു. ഉന്നതി കൊണ്ട് മുലക്കച്ചിനിയും പൊട്ടിച്ചിതറും കുങ്കുമ പങ്കമണിഞ്ഞു മൃദുസ്മിത കാന്തി പടർന്നു. അങ്ങനെ ഗംഭീരമായ സ്തനഭാരങ്ങളോടുകൂടിയൊക്കെ അവൾ വന്നു. മദനമഹീപനും അടവീടാം ഘന ജഗനാഭോഗമെടുത്തു. അതായത് കാമദേവനെ പോലും മോഹിപ്പിക്കുന്നതായ ഭംഗിയോട് കൂടിയിട്ട് അവളങ്ങനെ വന്നു. നിഴലിച്ചീടും കമഠാപ്രതിഭം. പഴയ കാവ്യസങ്കേതങ്ങളിലെ നിഗമങ്ങളൊക്കെ എന്താണ് ഈ ആമയുടെ പുറം പോലെയുള്ളതാണ് എന്നൊക്കെ വർണ്ണിക്കും. അതൊക്കെ വർണ്ണിച്ചുകൊണ്ട് പറയാണ് ഇങ്ങനെ ചെയ്തു. ഏതുപോലെയൊക്കെയാണ് അനവധി ഉപമ പറയാം. പിന്നെ വിഭ്രമെന്നും കൽപ്പകശാകിനി മെത്തിന പുത്തൻ മഞ്ചരി പോലെ വിനയപ്പോരാം അംഭോജന്മനി വിളയും പരിമള ലഹരിക പോലെ മത്തമതങ്കജ കുംഭാഭോഗം മരുവിന മദജലധോരിണി പോലെ പുതുബലവാണൻ കലഭുവി മിന്നും ഭുവനഭ്രാമര പിഞ്ചിക പോലെ ലാവണ്യത്തിനു പരദേവതയായി മാധുര്യത്തിന് മഞ്ജുഷികയായി നിധുവനലക്ഷ്മിയ മണിദീപികയായി നൈർമല്യത്തിനു കേളീഗൃഹമായി മെല്ലെ മെല്ലെ സാ ലളിതാംഗീ രാഘവ സവിധേ ചെന്നു നാൾ. ഇങ്ങനെ മനോഹരമായ ലോകത്തിൽ മിന്നൽ കൊടി പോലെ ചലിച്ചു കളിച്ചുകൊണ്ടാണ് അവളെ ആ രാമൻ്റെ പിന്നിലെത്തി. പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണ ശ്ലോകത്തിലാണ്. രാമൻ ചോദിച്ചു, മാനേലും കണ്ണി നീ എന്തിവിട നിരുപമേ.
പാഴ്ക്കൊടുങ്കാട്ടിൽ മധ്യേ താനേ നടക്കുന്നിതു തവ കുലമെന്തെന്ത് പേരെന്നിവണ്ണം തേനോക്താസാപഭാഷേ മൃദുലമറുവലം മല്ലികപ്പൂമല്ലേ. നീ ആരാണ്, എന്താണ് നിന്റെ കുലം എവിടെയാണ്, നീ എന്താണ് ഈ കാട്ടിൽ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാണ്. ഒക്കെ ഒരു പ്രണയസല്ലാപം പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം വർണ്ണിക്കുന്നത്. അവൾ പറഞ്ഞു മാന്താർവാണൻ വണങ്ങും മധുര രസനിഷ്യന്തമേ മംഗലാനാമെന്തീടും പുഞ്ചമേ നിന്നരികിൽ മദനതാപേന പോനാഗതാ. ഞാൻ രാഷ്ട്രീയമാണ് പറയാൻ അവൾക്ക് മടിയൊന്നുമില്ല. അവൾ പറഞ്ഞു ഞാൻ കാമത്തിൻ്റെ ശക്തി കൊണ്ട് കാമവികാരത്താൽ പ്രകൃതിയായിട്ട് അല്ലയോ പുരുഷ സ്വരൂപമേ, അതോ പുരുഷ സൗന്ദര്യത്തിൻ്റെ ആകരമായിട്ടുള്ളവനെ നിൻ്റെ അടുത്തേക്ക് വന്നതാണ്, യാതൊരു മടിയില്ലാതെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കാന്തൻ പേർമാഞ്ഞ് മന്മാന സമിനി രമണൻ നീ ഒടിച്ചില്ല എല്ലാം, എൻ്റെ മനസ്സ് മുഴുവൻ നിന്നിൽ വന്ന് ചേർന്ന് കഴിഞ്ഞു, നീ എന്നെ അല്ലാതെ ഞാൻ വേറൊരാളെ രമണനായിട്ട് കരുതുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പറഞ്ഞു മന്ദൻ ഭവനനൊരു കളത്തുമേ ചട്ടടങ്ങ. പിന്നെ രസകരമായിട്ട് ചമ്പുകാരൻ പറയുന്നത് വേറൊരു പുരുഷനെയും ഭർത്താവായി സ്വീകരിക്കില്ല എന്നാണ്. കാരണം ബ്രഹ്മാവിനൊന്നും വേണ്ടത്ര കാമരസമില്ല. ഈ വായുദേവനെ ഭരിച്ചു കളയാച്ചാൽ വായു എല്ലാവർക്കും സഞ്ചരിക്കുന്നവനാണ്, അതുകൊണ്ട് വായുവിന് ഒരിക്കലും നിൽപ്പില്ല, അയാളെനിക്ക് വേണ്ട ഒക്കെയാണ്. ഇങ്ങനെ കുറേ തമാശയായിട്ടാണ്. ഇനി ദേവേന്ദ്രനെ ഭരിച്ചു കളയാച്ചാൽ ദേവേന്ദ്രൻ്റെ ശരീരം മുഴുവൻ കണ്ണാണ്, അങ്ങനത്തെ ആളെ വിവാഹം കഴിക്കാൻ വിഷമം. ഇനി പരമശിവനെ വിവാഹം ചെയ്യാന്ന് വെച്ചാൽ പരമശിവനാകട്ടെ തൃക്കണ്ണോട് നോക്കി ദഹിപ്പിച്ച് കളഞ്ഞു വരും, അതുകൊണ്ട് അയാളൊന്നും വേണ്ടെന്നാണ്. ഇങ്ങനെ പല തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് ആളത് പറയുന്നതാണ്. പിന്നെ ഭ്രാതൃത്വം വിദ്യതേ വൈശ്രവണന് ഹരനോടെന്തു കാര്യം കളിച്ചാൽ ചോതാർ വാണനെ ചുട്ടവനോട് ചുടലക്കുത്തു കണ്ടിടുവാനോ ആണ്. പരമശിവൻ വിവാഹം കഴിച്ച ആൾ പണ്ട് കാമദേവൻ ദഹിപ്പിച്ചറിഞ്ഞ ആളാണ്, അങ്ങനത്തെ ഒരാളൊക്കെ ഇങ്ങനെ കല്യാണം കഴിക്കുന്നതാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് ധൈര പൊറാതിന്നിതന്മാരതാപം. രാമനോട് പറയാണ് നിന്നെ കണ്ടിട്ട് ആ കാമവികാരം എനിക്ക് സഹിക്കാൻ വയ്യാണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് എന്നെ സ്വീകരിക്കുന്നതാണ്. ആകർണം നിന്ത കൺകൊണ്ടവളെ മുഴുവനേ ഭർത്തു വൈദഗ്ധ്യശാലി. രാമനാകട്ടെ അവളെ കണ്ണുകൊണ്ട് ആ ആകർണം നോക്കി മുഴുവനായിട്ട് നോക്കിയെന്നാണ്. ധൈര്യശാലി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഈ കൃത്യമായ സൗന്ദര്യം കണ്ടെത്തും മനസ്സ് കെട്ടുപോകുന്നയാളല്ല എന്ന് കാണിക്കാനാണ് ധൈര്യശാലി എന്ന് പറയുന്നത്. പറഞ്ഞുപോയി എന്നേ മദ്ഭാഗ്യമേ മന്മഥന് ഗുണയായി വന്നിരുന്നായില് ഞാൻ നിന്നോടേ വന്നിരിക്കേണ്ടത് ഭവതിയാൽ എന്നോട് നാഥനീയം. യഥാർത്ഥത്തിൽ എൻ്റെ ഭാഗ്യം തന്നെയാണ് നിന്നെ പോലുള്ള ഇത്ര സൗന്ദര്യമുള്ള ആൾ വന്നു ചേർന്നെന്ന് പരിഹാസമായിട്ട് രാമൻ പറയുകയാണ്. പക്ഷെ എന്താ വിഷമം എന്ന് വെച്ചാൽ എനിക്കൊരു ഭാര്യയുണ്ട്, അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അപ്പോഴേ സ്വീകരിക്കായിരുന്നതാണ്. എങ്കിൽ കാലം കളഞ്ഞിടരുത് കിമപി നീ കാന്ത മാന്താശരണ്ടാരെങ്കിൽ തന്നെ തറയ്ക്കുന്നിതുകൊണ്ടു അത്ഭുതൻ ബാഷ്പബാണൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എൻ്റെ അനുജനെ പോയി പ്രാപിച്ചോളൂ. വേണുന്നു പാണി പത്മഗ്രഹണമതിന് കാരണമെന്തോ വിരിയാൻ നൂനൻ നിന്നോടുകൂടെ കളികളി വിളയാടിയിടുവൻ തക്കതിപ്പോൾ കാണുന്നേനല്ല കേളീമണിയാവസതിർ മാമകീ വർണ്ണശാല. അതുപോലെ രാമൻ്റെ ഒരു തമാശ. രാമൻ പറഞ്ഞു നീ ഇങ്ങനെ ഇത്രയധികം സൗന്ദര്യമുള്ളവളായ നിന്നോട് കൂടിയിട്ട് ദിക്രികളൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ള സൗകര്യം എനിക്കില്ല എന്നാണ്. ഞാനൊരു പാവപ്പെട്ടവന് ഈ പർണ്ണശാല പർണ്ണൻ്റെ ഇലയാണ്, ഇലയും കൂട്ടി കെട്ടിയ ഒരു കൊടിലിരിക്കുന്നവനാണെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു അതിനെപ്പറ്റി വിഷമിക്കാനൊന്നുമില്ല, ഞാൻ അങ്ങനെ സ്വർഗ്ഗലോകത്തിലോ എവിടെ വേണമെങ്കിലും എടുത്തു കൊണ്ടുപോയിക്കൊള്ളാമെന്നാണ്. രാക്ഷസികൾക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും, അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല എന്നാണ് അവൾ പറഞ്ഞത്. പിന്നെന്ത് ചെയ്യാം, വാനോ നാട്ടിങ്കലോ വെണ്ടിത് വസതി തുഷാരാത്രി മൂർധാവിലോ, വേണമെങ്കിൽ ദേവന്മാരുടെ ലോകത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഹിമാലയ വാർഷികങ്ങളിലൊക്കെ പോയി നമുക്ക് രമിക്കാം, അതൊരു വിഷമല്ല എന്ന് പറഞ്ഞു. പക്ഷെ രാമനൊന്നും കൂട്ടാക്കിയില്ല. അവസാനം പറഞ്ഞു നീ സഹോദരടുത്തേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് വിസ്തരിച്ചിട്ടാണ് അവർ തമ്മിലുള്ള ഈ സംഭാഷണം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അവർക്ക് അവസാനം ചെയ്തു ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോവാണ്. ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൾ കാളും കാമാനലർത്ഥം വചനമിതി സമാകരണ്യ സഞ്ചിന്യ മുന്നേക്കാളേറെ കൂട്ടുകൂടി ചില മധുരമേളിച്ചു മാനിച്ചു താരം. ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പിന്നെ മായാവിദ്യ കൊണ്ട് രാമൻ്റെ സമീപത്ത് വന്നതിനേക്കാൾ കൂടുതൽ സൗന്ദര്യത്തോടു കൂടി അതിനുള്ള ചില വിദ്യകളൊക്കെ ചെയ്ത് കുറച്ചുകൂടി സുന്ദരിയാൻ തോന്നാനൊക്കെ കോണം. വാളെക്കണ്ണാളെ വാജാപുനരവി പരമാമോദമധീശ്രവന്ധ്യാം ഓളം തല്ലി കുളിപ്പിച്ച് അതിസര സമൂഹോ രാമചന്ദ്രോ ഭാഷേ. അവളെ
സ്വാഭാവികമായിട്ടും ലക്ഷ്മണൻ സ്വീകരിച്ചില്ല. അവൾ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. അവളെ ഈ സീതയെ ലക്ഷ്മണനെ ആക്രമിക്കാൻ നോക്കിയെന്നാണ്. ലളിത ലക്ഷ്മണനെ പ്രാപിച്ചിട്ട് ഭർത്താവാണ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: രഘുവരനിത്തം മധുരതരാങ്കിരമരുളിച്ചെയ്തതു കേട്ട് മയങ്ങി കൊഞ്ചിത്തൊഴുതൊരു പുഞ്ചിരിതട വിപ്രിയതമ പക്ഷേ വരുവൻ ഞാനെന്ന് പുറപ്പെട്ടു. ലക്ഷ്മണൻ്റെ അടുത്ത് പോയി വരാമെന്ന് പറഞ്ഞിട്ട് രാമനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയാൻ. അവിടെ ചെന്നപ്പോൾ ലക്ഷ്മണനാകട്ടെ, ഐ സുന്ദരി, അല്ലേ സുന്ദരി, നീ ആളെ കേമത്തി തന്നെ, പക്ഷേ ഞാൻ ജ്യേഷ്ഠൻ്റെ ഒരു ദാസനെ പോലെ കഴിയുന്ന ആളാണ്. അതുകൊണ്ട് നിനക്ക് ഈ ദാസൻ്റെ ഭാര്യയായി ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് ജ്യേഷ്ഠനോട് തന്നെ പറയൂ. അവൾ വീണ്ടും അങ്ങോട്ട് പോയി. ഇവിടെ പറയുന്നത് 10-20 പ്രാവശ്യം നടന്നു നോക്കിയാണ് ചമ്പൂരിലുള്ളത്. പുനരഭി ചെന്നും പോന്നും 10 രൂപടി ഉഴൽ ഉഴന്ന് നടന്ന് അതിനൊരു ഫലമില്ലാഞ്ഞ് മുറിഞ്ഞ് ഇവിടെ നീർഷ്യ പറഞ്ഞ് അതാ പണ്ടപ്പോലെ ജഡിതിയമഞ്ഞു ഭയങ്കര രൂപ ജടപട്ടകിലം ചെമ്പിച്ചിടും തലമുടി വിരവും കൊടിയ കൃതാന്തൻ കൊല്ലുവതിന് തടിത്തണ്ടുടനോവും പോലെ ഘോരതരകോലും ഘോരത പോലും. ഇങ്ങനെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ നടന്നു. അവൾക്ക് ദേഷ്യം വന്നു. അവൾ ആ രാഷ്ട്രീയമായ സ്വരൂപം തന്നെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് വധിക്കാതെ കൊണ്ട് ചെന്നപ്പോൾ ആ ലക്ഷ്മൺ അവളെ അംഗഭംഗം ചെയ്തു എന്നാണ്. നിശാഗിരി ചെന്നതിൽ മായാനിപുണ മോഹിപ്പിച്ചതു സുമിത്രാപുത്രനെ ത്വരിതമെടുത്തു. പക്ഷെ അതിനൊക്കിടയ്ക്ക് അങ്ങനെ അംഗഭംഗം ചെയ്തു പറഞ്ഞതിന് മുമ്പ് വേറൊരു വിദ്യയും കൂടി ചമ്പുകാരൻ വർണ്ണിക്കുന്നത്, അവൾ മായാവിദ്യ കൊണ്ട് ലക്ഷ്മണനെ എടുത്തിട്ട് ആകാശത്തേക്ക് പറന്നു പോയി കളഞ്ഞു എന്നാണ്. അങ്ങനെ പോയിട്ട് എന്ത് ചെയ്തു കൊണ്ട് പറഞ്ഞ് മുഖർന്ന് പുണർന്നു സലീലമെഴുന്നളവ്. അയാളെ മായ കൊണ്ട് മോഹിപ്പിച്ചു, നിത്യാവസനാക്കിയിട്ട് ഈ ലക്ഷ്മണനെ എടുത്തിട്ട് ആകാശമാർഗത്തേക്ക് ഉണർന്നു. എന്നിട്ട് അദ്ദേഹത്തെ ആലിംഗന ചുംബനങ്ങളൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഉണർന്നപ്പോൾ നിജ മൂക്കുമൂലയും തീഷ്ണകൃപാണമെടുത്തു സരോഷം അരിഞ്ഞു കളഞ്ഞു. ക്രോധത്തോട് കൂടിയിട്ട് അവിടെ മൂക്കുമൂലയൊക്കെ മൂല അരിഞ്ഞു കളഞ്ഞു എന്നാണ് ചമ്പുകാരൻ പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ ഈ മുറിപ്പാടോട് കൂടിയിട്ട് ചോരയൊലിക്കുമ്പോൾ ഈ പലതരത്തിലുള്ള രസങ്ങൾ ഒഴുക്കി വരുന്ന മല പോലെ അവിടെ ചെന്നിട്ട് ഖരനെ തന്നെ അഭയം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത്. അക്കാലം വീരഭൂഷാമണി രഘുപെരുമാൾ, ആ രഘുപെരുമാളായിരിക്കുന്ന ആ രാമനെ വധിക്കാൻ നോക്കണം, രാമനെ അപകടം ഉണ്ടാക്കാൻ നോക്കണം, ഖരനെ പ്രേരിപ്പിക്കാനായിട്ട് ഖരൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് ചമ്പുകാരൻ പറഞ്ഞിട്ടുള്ളത്. തുളസീദാസ രാമായണത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. നമസ്കാരം.